ഫ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ലോകത്തിലെ ഒരേ ഒരു എയർക്രാഫ്റ്റാണ് U2 ഡ്രാഗൺ ലേഡി. ലോകത്തിലെ തന്നെ വളരെ രഹസ്യമായിട്ട് ഫ്ലൈ ചെയ്യുന്ന ഒരു സ്പൈ പ്ലെയിനാണിത്. 1955 ലോക്ഹീഡ് U2 എന്ന എയർക്രാഫ്റ്റ് ആദ്യം ഫ്ലൈ ചെയ്തത്. ഈ എയർക്രാഫ്റ്റിൻ്റെ നിക് നെയിമാണ് ഡ്രാഗൺ ലേഡി. അന്ന് മുതൽ ഇന്ന് വരെ മോഡിഫിക്കേഷൻസ് നടത്തി ഫ്ലൈ ചെയ്യുന്ന ഈ എയർക്രാഫ്റ്റ് ഒരു പ്രശ്നവുമില്ലാതെ ഇപ്പോഴും ഫ്ലൈ ചെയ്യുന്നുണ്ട്. ഈ എയർക്രാഫ്റ്റിൻ്റെ വളരെ പ്രത്യേകത ഉള്ളതാക്കുന്നത് ഈ എയർക്രാഫ്റ്റിൻ്റെ ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റിയും എയറോഡൈനാമിക് ഡിസൈനുമാണ്. 2015 US ഗവൺമെൻറ് ഈ എയർക്രാഫ്റ്റിനെ റിട്ടയർ ചെയ്യാം എന്ന് തീരുമാനിച്ചിരുന്നു. എങ്കിലും ഈ എയർക്രാഫ്റ്റിൻ്റെ പെർഫോമൻസും ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ വരെ ഫ്ലൈ ചെയ്യാനുള്ള കഴിവും കൊണ്ട് ആ തീരുമാനം മാറ്റുകയായിരുന്നു. US എയർഫോഴ്സിനെ കോൾഡ് വാറിൻ്റെ സമയത്ത് സ്പൈ വർക്കിന് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു എയർക്രാഫ്റ്റാണത്. 1960 ഒരു അമേരിക്കൻ പൈലറ്റ് ഫ്ലൈ ചെയ്ത U2 സ്പൈ എയർക്രാഫ്റ്റ് സോവിയറ്റ് യൂണിയൻ വെടിവെച്ചിടുകയുണ്ടായി. എന്നാൽ ആ പൈലറ്റ് ഈ എയർക്രാഫ്റ്റിൽ നിന്നും ഇജക്റ്റ് ചെയ്യുകയും പാരഷൂട്ട് ഉപയോഗിച്ചുകൊണ്ട് വളരെ അത്ഭുതകരമായി സർവൈവ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ആ പൈലറ്റിനെ സോവിയറ്റ് യൂണിയൻ ക്യാപ്ചർ ചെയ്തു. അത് വേറൊരു സ്റ്റോറിയാണ്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻ്റ് ആണ് ഈ ഒരു എയർക്രാഫ്റ്റിനെ വളരെയധികം ഫേമസ് ആക്കിയത്. 70,000 അടി ഉയരത്തിൽ വരെ ഫ്ലൈ ചെയ്യാൻ കഴിവുള്ള ഈ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്ന പൈലറ്റ്സ് പ്രഷർ സ്യൂട്ട്സ് ധരിച്ചുകൊണ്ടാണ് ഫ്ലൈ ചെയ്യുന്നത്. കാരണം ഇത്രയും ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഫ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഒരേ ഒരു സീറ്റുള്ള സിംഗിൾ എൻജിൻ എയർക്രാഫ്റ്റാണ്. വളരെ നീളമുള്ള ഇതിൻ്റെ വിങ്സ് ഗ്ലൈഡർ പോലെയുള്ള പ്രവർത്തനം എളുപ്പമാക്കുകയും വളരെ വലിയ ഭാരം പെട്ടെന്ന് ഉയർത്താൻ സഹായിക്കുകയും ചെയ്യും. ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു എയർക്രാഫ്റ്റാണിത്. മറ്റൊരു പ്രത്യേകത ഈ എയർക്രാഫ്റ്റിൻ്റെ വളരെ ചെറിയ ലാൻഡിംഗ് ഗിയറാണ്. ഈ എയർക്രാഫ്റ്റിൻ്റെ ശരിക്കുമുള്ള ഓപ്പറേഷണൽ സ്പെസിഫിക്കേഷൻസ് ഇപ്പോഴും രഹസ്യമാണ്. എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റിൽ നിന്നുമുള്ള വ്യൂ അല്ലെങ്കിൽ വിസിബിലിറ്റി ഭയങ്കര കുറവാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ എയർക്രാഫ്റ്റിൻ്റെ നോസ് ഭാഗം വളരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ്. കൂടാതെ ടെയിൽ ഭാഗത്തെ കോൺഫിഗറേഷനും കാരണം മറ്റൊരു U2 പൈലറ്റ് ഈ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഒരു ഹൈ പെർഫോമൻസ് വെഹിക്കിളിൽ ഈ എയർക്രാഫ്റ്റിനെ ചേസ് ചെയ്യും. അങ്ങനെ ചേസ് ചെയ്തുകൊണ്ട് ഈ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്, ഇതിൻ്റെ ബാക്കിയുള്ള റേഡിയോ ഇൻപുട്ട്, അതുകൂടാതെ റൺവേയിലേക്കുള്ള അലൈൻമെൻറ്റ് എല്ലാം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അങ്ങനെയാണ് ഈ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ എയർക്രാഫ്റ്റ് ലോകത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള എയർക്രാഫ്റ്റാണ് ഫ്ലൈ ചെയ്യാൻ എന്ന് പറയുന്നത്. 70,000 അടി ഉയരത്തിൽ ഫ്ലൈ ചെയ്യുമ്പോഴും ഈ എയർക്രാഫ്റ്റിൻ്റെ ക്യാമറാസ് എല്ലാം തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള പിക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ കഴിവുള്ളവയാണ്. ഈ എയർക്രാഫ്റ്റിൻ്റെ വെയിറ്റ് കുറയ്ക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇതിൻ്റെ ലാൻഡിംഗ് ഗിയർ മോഡിഫൈ ചെയ്തതും ഒരു ബൈസിക്കിൾ വീൽ പോലെയുള്ള ലാൻഡിംഗ് ഗിയർ ഇതിന് നൽകിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ വളരെ ഭാരം ഉയർത്താൻ പറ്റുന്ന സമയത്ത് തന്നെ ഈ എയർക്രാഫ്റ്റിന് തന്നെ ഒരു ടേക്ക് ഓഫ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ വീൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ വീൽസ് ചെറുതായതുകൊണ്ട് തന്നെയാണ് എയർക്രാഫ്റ്റിൻ്റെ ലാൻഡിങ്ങിൻ്റെ സമയത്ത് ഇതിന് അസിസ്റ്റൻസ് ആവശ്യമായി വരികയും ചെയ്യുന്നത്. ഇപ്പോഴും US ഗവൺമെൻറ് വളരെ സക്സസ്ഫുൾ ആയിട്ട് സ്പൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിമാനമാണ് ഡ്രാഗൺ ലേഡി എന്ന് പറയുന്നത്.